അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ 3-ാം തരത്തിലേക്ക് തയ്യാറാക്കപ്പെട്ട അഹ്കാമത്ത് ജുവീദിന്റെ വർക്ക് ബുക്കിന്റെയും 16-ാമത്തെ ചാപ്റ്ററിന് അവസാനത്തെ ചാപ്റ്ററുമായ അൽ ഇഖ്ഫാ 3-ാമത്തെ ഭാഗമാണ്. അതായത് സാക്കിന നൂനിന്റെ തൻവീന്റെ ശേഷം ലാദ് ത്വാ ലാ ഫാ ഖാഫ് കാഫ് എന്നീ അക്ഷരങ്ങൾ വന്നാലുള്ള ഉദാഹരണങ്ങളാണ് ഈ പാഠത്തിൽ പഠിക്കുന്നത്. നമ്മൾ മുമ്പ് പഠിച്ചു 15 അക്ഷരങ്ങൾ വന്നാൽ അഥവാ സാക്കിന നൂനിന്റെയോ തൻവീനിന്റെയോ ശേഷം 15 അക്ഷരങ്ങളിൽ ഒന്ന് വന്നാൽ അവിടെ ഇഖ്ഫാ ആണ് ചെയ്യണവ, മറച്ച് മണിക്കണം. ഇനി നോക്കൂ, ഇഖ്ഫാഇന്റെ അക്ഷരങ്ങളിൽ 9 എണ്ണം നാം പഠിച്ചു. ബാക്കിയുള്ളവ ലാദ് ത്വാ ലാ ഫാ ഖാഫ് കാഫ് എന്നിവയാണ്. അവയുടെ ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ലൈസ ലഹും ത്വഅമുൻ ഇല്ലാ മിൻ ളരി. ഇവിടെ നോക്കൂ, മിൻ ളരി സാക്കിനു ശേഷം ലാദ് വന്നപ്പോൾ ഇഖ്ഫാ ചെയ്തു. തിൽക ഇദൻ ഖിസ്മത്തുൻ ലൈസ. ഇവിടെ 2 സ്ഥലത്തുണ്ട്. ഒന്ന് ഇദൻ ഖി തൻവീന് ശേഷം ദാല് വന്നു. രണ്ടാമത് ഖിസ്മത്തുൻ ലി തൻവീന് ശേഷം ലാദ് വന്നു. ഫഅമ്മാ മൻ തഗാ സാക്കിനു ശേഷം തഗാ എന്നുള്ള ത വന്നു. വസബ്ബിഹു ലൈലൻ തവീല ലൈലൻ എന്ന തൻവീന് ശേഷം ത വന്നു. അഫലാ യൻളുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്. ഇവിടെ യൻളുറൂന സാക്കിനു ശേഷം ലാ വന്നു. വനുദ്ഖിലുഹും ളില്ലൻ ളലീല ളില്ലൻ തൻവീന് ശേഷം ലാ വന്നു. ഖവാരീറ മിൻ ഫില്ലത്തിൻ ഖദ്ദറൂഹാ തഖ്ദീറ ഫില്ലത്തിൻ ഖ തൻവീന് ശേഷം ഖാഫ് വന്നു. ثم كان علقة فخلق فسوى خلقة علقة تنوين شاش فاء والنون. والله على كل شيء قدير شيء ق تنوين شاش قاف والنون. من قبل أن تنزل التوراة. ഇവിടെ മിൻ ഖബലി സാക്കിനു ശേഷം ഖാഫ് വന്നു. വവളഅന അൻക വിസ്റക അൻക സാക്കിനു ശേഷം ഖാഫ് വന്നു. ഇന്നഹാ തർമി ബിശററിൻ കൽ ഖസ്ർ ശററിൻ ക തൻവീന് ശേഷം കാഫ് വന്നു. സാക്കിന നൂനിന്റെയോ തൻവീനിന്റെയോ ശേഷം താ സാ ജീമ് ദാല് ദാല് സായ് സീന് ഷീന് സ്വാദ് ലാദ് ത്വാ ലാ ഫാ ഖാഫ് കാഫ് എന്നീ അക്ഷരങ്ങളിൽ ഒന്ന് വന്നാൽ നൂനിനെയും തൻവീൻ ഇഖ്ഫാ ചെയ്യണം. ദഫ്തർ താലിബ് വർക്ക് ബുക്ക് നോക്കി തരിബാത്തുകൾ ചെയ്യുക. അൽ ഖിറാത്തുൽ ഹിഫ്ള് 1. നഖറ സൂറത്തുൽ ഇൻസാനി വൽ മുർസലാത്ത് വനക്തശിഫു മിൻ അഹ്വാലൻ നൂനി സാക്കിന വത്തൻവീൻ. ഇൻസാൻ സൂറത്തും മുർസലാത്ത് സൂറത്തും പാരായണം ചെയ്തിട്ട് അതിലെ സാക്കിനായ നൂനിന്റെയും തൻവീനിന്റെയും അവസ്ഥകൾ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാം. 2. തക്റാർ സൂറത്തി തക്റാർ സുവരി വൽ അദ്കാൽ മഹ്ഫൂള. ഇതുവരെ പഠിച്ച സൂറത്തുകളും ദിക്റുകളൊക്കെ മനഃപ്പാഠമാക്കി ആവർത്തിച്ച് നോക്കാനാണ്. ഇനി നമുക്കിതിന്റെ വർക്കൊന്ന് പരിശോധിക്കാം. 1. നക്തുബുൽ അംസില ഉദാഹരണങ്ങൾ എഴുതി കൊടുക്കാനാണ്. 1. ഇൽഹാർ നൂന് സാക്കിന സാക്കിന നൂന് ഇൽഹാർ ചെയ്തതിന് ഉദാഹരണം. മിൻ ഹാദ് നൂനിന് ശേഷം ഹ വന്നു. 2. ഇഖ്ഫാ നൂന് സാക്കിന സാക്കിന നൂന് ഇഖ്ഫാ ചെയ്ത ഉദാഹരണം. ഇൻ തല്ലഖകുന്ന ഇൻ ത സാക്കിനു ശേഷം ത വന്നു. 3. ഇദ്ഗാം നൂന് സാക്കിന മഅ ഗുന്ന ഗുന്നത്തോടുകൂടെ അഥവാ മണിക്കലോടുകൂടെ സാക്കിന ഇദ്ഗാം ചെയ്യുന്ന ഉദാഹരണം. അയ്യുബ്ദിലഹു അയ്യു സാക്കിനു ശേഷം യാ വന്നു. ഇദ്ഗാം ബി ഗുന്നയാണ്. 4. ഇദ്ഗാം നൂന് സാക്കിന ബിലാ ഗുന്ന ഗുന്നത്തില്ലാതെ സാക്കിന ഇദ്ഗാം ചെയ്യുന്ന ഉദാഹരണം അഥവാ ഇദ്ഗാം ബിലാ ഗുന്ന അതാണ് പറയുന്നത്. ഉദാഹരണം
മില്ലദുൻക സാക്കിനു ശേഷം ലാമ് വന്നു. അവിടെ മണിക്കൂല, ഉന്നത്തില്ല, പക്ഷെ എന്ത് വേണം? ഇദ്ഗാം ചെയ്യണം. മില്ലദുൻക. അഞ്ചാമത് ഇഖ്ലാബ് നൂന് സാക്കിന നൂനിനെ ഇദ്ഗാം ചെയ്ത ഉദാഹരണം. മിൻ ബഅദിഹിം സാക്കിനു ശേഷം ബാ വന്നപ്പോ ആ നൂനിനെ മീമാക്കി മറിച്ചു. ഇനി ഇഖ്ലാബ് എന്നാണ് പറയാം. രണ്ടാമത്തെ വർക്ക് നോക്കൂ. നക്തഷിഫു അഹ്വാലിൻ നൂനി സാക്കിന വത്തൻവീനി. താഴെ പറയുന്നതിൽ ആയത്തുകൾ എന്ന് സാക്കിന നൂനിന്റെയും തൻവീന്റെയും കാര്യങ്ങൾ മനസ്സിലാക്കാം. അസാ റബ്ബുഹു ഇൻ طلقكن أن يبدله أزواجا خيرا منكن مسلمات مؤمنات قانتات تائبات عابدات سائحات ثيبات وأبكارا. തഹരീം സൂറത്തിൽ 5-ാമത്തെ ആയത്താണ്. ഇവിടെ ഇൻ തല്ലഖകുന്ന സാക്കിനു ശേഷം താവ് വന്നപ്പോൾ ഇഖ്ഫാണ് ചെയ്യേണ്ടത്. അൻ യുബ്ദിലഹു സാക്കിനു ശേഷം യാ വന്നപ്പോൾ ഇദ്ഗാം ബിഗുന്നയാണ് ചെയ്യേണ്ടത്. അസ്വാദൻ ഖ തൻവീനു ശേഷം ഖാ വന്നപ്പോൾ ഇൽഹാറാണ് ചെയ്യേണ്ടത്. മുസ്ലിമിൻ കുന്ന സാക്കിനായ നൂനു ശേഷം കാഫ് വന്നപ്പോൾ ഇഖ്ഫാ. മുസ്ലിമാത്തിൻ മുഅ്മിനാത്തിൻ തൻവീനു ശേഷം മീം വന്നപ്പോൾ ഇദ്ഗാം ബിഗുന്ന. ഖാനിതാത്തിൻ ത തൻവീനു ശേഷം താ വന്നപ്പോൾ ഇഖ്ഫാ. തായിബാത്തിൻ അ തൻവീനു ശേഷം ഐൻ വന്നപ്പോൾ ഇൽഹാർ. ആബിദാത്തിൻ സ തൻവീനു ശേഷം സീൻ വന്നപ്പോൾ ഇഖ്ഫാ. സായിഹാത്തിൻ സ തൻവീനു ശേഷം സാ വന്നപ്പോൾ ഇവിടെയും ഇഖ്ഫാണ് ചെയ്യേണ്ടത്. സയ്യിബാത്തിൻ വ തൻവീനു ശേഷം വാ വന്നപ്പോൾ ഇദ്ഗാം ബിഗുന്നയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഓരോന്ന് മനസ്സിലാക്കാം. രണ്ടാമത്തെ ആയത്ത് നോക്കൂ. يا أيها الذين آمنوا لا تقولوا راعنا وقولوا انظرنا واسمعوا وللكافرين عذاب أليم. ബഖറ സൂറത്തിൽ 104-ാമത്തെ ആയത്താണ്. ഇവിടെ നമുക്കൊന്ന് പരിശോധിക്കാം. വഖൂലു انظرന സാക്കിനു ശേഷം ലാ വന്നപ്പോൾ ഇഖ്ഫാ. അദാബുൻ അ തൻവീനു ശേഷം ഹംസ വന്നപ്പോൾ ഇവിടെ ഇൽഹാറാണ് ചെയ്യേണ്ടത്. മൂന്നാമത്തെ വർക്ക് എന്താണ് ചോദിച്ചിട്ടുള്ളത്? നഖ്റ വ നക്തശിഫ്. സൂറത്ത് യാസീനിലെ താഴെ കൊടുത്ത ഭാഗം പാരായണം ചെയ്ത് അഹ്കാമൻ നൂനി വത്തൻവീനി നൂനിൻ്റെയും തൻവീൻ ഹുക്കുമുകൾ വിധികൾ ഓരോ ഉദാഹരണം കണ്ടെത്തി കോളം പൂരിപ്പിക്കാനാണ്. നമുക്ക് ആദ്യം ഈ ആയത്തൊന്ന് ഓതാം. അതിനുശേഷം താഴെ കൊടുത്ത കോളത്തിൽ ഫിൽ ചെയ്യാം. وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون وإن كل لما جميع لدينا محضرون وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون. ഈ ആയത്തിൽ നിന്ന് ഇഖ്ഫാ കണ്ടെത്തണം. ഏതാണ് ഇഖ്ഫാ? വമാ അൻസൽന സാക്കിനു ശേഷം സായി വന്നപ്പോൾ ഇവിടെ ഇഖ്ഫാ. ഇദ്ഗാം ബിഗുന്നക്ക് ഉദാഹരണം മിൻ ജുന്ദിൻ മിനസ് സമാ ജുന്ദിൻ തൻവീനു ശേഷം മീം വന്നപ്പോൾ അവിടെ ഇദ്ഗാം ബിഗുന്നയാണ്. മൂന്നാമതായി ഇൽഹാറിന് ഉദാഹരണം നോക്കൂ. യാ ഹസ്റത്തൻ അലൽ ഇബാദ് യാ ഹസ്റത്തൻ അ തൻവീനു ശേഷം ഐൻ വന്നു. ഇദ്ഗാമൻ ബിലാ ഗുന്ന മിർ റസൂലിൻ സാക്കിനു ശേഷം റാ വന്നു. ഇഖ്ലാബിന് ഉദാഹരണം എന്താ? മിൻ ബഅദിഹി സാക്കിനു ശേഷം ബാ വന്നപ്പോൾ അവിടെ നൂനിനെ മീമാക്കി മറിച്ചു. ഇനി നെക്സ്റ്റ് പേജ് നോക്കൂ. നാലാമത്തെ വർക്ക് നറുദ്ദുൽ അഹ്റുഫ ഇലാ അംകനതിഹ
താഴെ കൊടുത്ത അക്ഷരങ്ങളെ ഓരോന്നിൻ്റെയും അക്ഷരങ്ങളാക്കി മാറ്റിയത. ഉദാഹരണമായി ഇൽഹാർ. ഇൽഹാർ അക്ഷരങ്ങൾ ഇതൊക്കെ വരുന്നത് 6 വരുന്നത്. ഹംസ, ഹ, ഖാ, ഐന്, ഗൈന്, ഹാ, ഇങ്ങനെ 6 അക്ഷരമാണ്. ഇദ്ഗാം ബി ഗുന്നയുടേത് യാ, വാവ്, മീമ്, നൂന് 4 അക്ഷരം. ഇദ്ഗാം ബിലാ ഗുന്നയുടേത് ലാം, റാ 2 അക്ഷരം. ഇഖ്ലാബിൻ്റെത് ബാ 1 അക്ഷരമേ ഉള്ളൂ. ഇഖ്ഫാഇൻ്റെത് 15 അക്ഷരങ്ങളാണ്. ബാ, താ, സാ, ജീം, ദാല്, ദാല്, സായ്, സീന്, ഷീന്, സ്വാദ്, ളാദ്, ത്വാ, ളാ, ഫാ, ഖാഫ്, കാഫ്, ഇങ്ങനെ 15 അക്ഷരങ്ങളാണ്. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. 3ാം ക്ലാസ്സിലെ അഹ്കാമു തജ്വീദും ഉലൂമുൽ ഖുർആനും മസാൽ ഫിഖ്ഹും 3 വിഷയങ്ങളിലും ഫുൾ ചാപ്റ്റേഴ്സ് എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണ്ടവരൊക്കെ അത് പരിശോധിക്കാം, അത് കേൾക്കാം, പഠിക്കാം. അല്ലാഹു തആല നമുക്ക് തൗഫീക്ക് നൽകാൻ അനുഗ്രഹിക്കട്ടെ. വർക്ക് ബുക്കും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വർക്കും നോക്കി ചെയ്യാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.